ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, ഒരു കേക്കിൻ്റെ വീഡിയോ. നല്ല ഹൈറ്റുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് 2 കേക്കുകൾ വെച്ചിട്ടാണ്. ഒന്നൊരു മിൽക്ക് കേക്കാണ്, പിന്നെ ഒന്നൊരു ഗ്രേപ്പിൻ്റെ ഒരു കേക്കാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രേപ്പ് കേക്കിന് വേണ്ടിയിട്ട് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ, 1 കപ്പ് ഷുഗർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് ഗ്രേപ്പ് ജ്യൂസ്, 4 മുട്ട, 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആക്കിയിട്ട് ഒരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ എല്ലാം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് മിക്സ് ആക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതെല്ലാം കാണിക്കാറുണ്ട്. അപ്പോൾ ഇനി അത് കാണിച്ചിട്ട് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രേപ്പ് കേക്കിൽ കാണിച്ചിട്ടുള്ള അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കൊക്കോ പൗഡറും ഗ്രേപ്പ് ജ്യൂസ് ഒഴിവാക്കിയിട്ട് അതിന് പകരം 1/2 കപ്പ് മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഒരേ അളവിലുള്ള പാത്രത്തിൽ തന്നെയാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ബേക്ക് ആയതിന് ശേഷമുള്ള ഫോട്ടോ ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ബോർഡിൽ ബേസായിട്ട് ഞാൻ കുറച്ച് ക്രീം ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രേപ്പ് കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ കേക്കും 2 ലെയർ ഇതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതൊന്ന് ലൂസായി പോകും. അപ്പോൾ ഞാനിത് എടുത്ത് കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചത്. അതുകൊണ്ട് ഇത് കുറച്ച് ലൂസായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ലപോലെ ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ മിൽക്ക് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലെയറായിട്ട് ഗ്രേപ്പ് കേക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ലെയറായിട്ട് മിൽക്ക് കേക്കും. അങ്ങനെ 4 ലെയറായിട്ടാണ് കേക്ക് സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളൊന്ന് ക്രം കോട്ടും ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഡെക്കറേഷൻ ചെയ്തത്. ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്യണം. അതിന് ശേഷം വേണം ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ സിമ്പിൾ ഡെക്കറേഷനാണ്
കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് വയലറ്റ് കളർ ആഡ് ചെയ്തിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സൈഡിലൊക്കെ. സൈഡിലെല്ലാം ഡ്രിപ്പ് ചെയ്തതിന് ശേഷം മുകളിലും ഒന്നത് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനലി നമ്മുടെ ഡെക്കറേഷന് വന്നിട്ടുള്ളത്. മുകളിൽ ഒരു 3 റോസ് ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു, അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും